നമസ്കാരം. ഗംഗാ നദിയുടെ തീരത്തുള്ള ഗഡായിച്ചാർ ഗ്രാമത്തിലെ ഒരു സ്കൂളിന് ഒറ്റ രാത്രി കൊണ്ട് ഒരു മേക്ക് ഓവർ സംഭവിച്ചിരിക്കുന്നു. 2 വർഷമായി ലഭിക്കേണ്ടിയിരുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ സ്കൂളിന് ലഭിച്ചിരിക്കുന്നത്. 2 വർഷം മുൻപ് ഈ പ്രൈമറി സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിരുന്നു. അന്നു മുതൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിരുന്നത് മേൽക്കൂരയും ബെഞ്ചുകളും ബ്ലാക്ക് ബോർഡുകളും ഒന്നുമില്ലാത്ത മുറികളിലായിരുന്നു. ക്ലാസ് റൂമുകൾ എന്ന് പോലും അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാലിത്തൊഴുത്തുകൾക്ക് സമാനമായ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്നത്. വൈദ്യുതിയും ടോയ്ലറ്റും ഒന്നും ലഭ്യമല്ല എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എന്തെങ്കിലും ഒരു അത്ഭുത ശക്തിയോ അല്ലെങ്കിൽ മായാജാലമോ ഒന്നുമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ബംഗാളിലെ മാധ്യമങ്ങൾ മമതാ ബാനർജിയുടെ മിഡ് നൈറ്റ് മാജിക് എന്നാണ് ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് സ്കൂളിന് പുതിയ മതിലുകളും മേൽക്കൂരകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത്. ടോയ്ലറ്റുകൾ ഉൾപ്പെടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നന്ദി പറയുന്നതാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതൊരിക്കലും അവിടെ സംഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്, ഈ കുട്ടികളുടെ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റബോധത്തിന്റെ പുറത്തോ ഒന്നുമല്ല പെട്ടെന്നുള്ള ഈ നവീകരണം നടത്തിയിരിക്കുന്നത്. മറിച്ച് മെയ് 7-ാം തീയതി നടക്കുന്ന 3-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള 1300-ലധികം വോട്ടർമാർ ഈ സ്കൂളിലേക്ക് എത്തുകയാണ്. കാരണം 2 ബൂത്തുകളുള്ള ഒരു പോളിംഗ് സ്റ്റേഷനായി ഈ സമയത്ത് ഈ സ്കൂൾ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിടുക്കമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് സ്കൂളിന് പെട്ടെന്ന് മതിലും മേൽക്കൂരയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് കാണാൻ കുട്ടികളുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.